ആർമീസേ. അപ്പോൾ തെയോങ് ഇന്നൊരു 3/4 മണിക്കൂറോളം നീണ്ടുന്നൊരു വ്യൂവേഴ്സ് ലൈവ് വന്നിരുന്നു. ഇനി സാധാരണ കൊറിയനിൽ മാത്രം ലൈവ് വരുന്ന തെയോങ് ഇന്ന് അതിന് വിപരീതമായിട്ട് ജാപ്പനീസിലും ചൈനീസിലൊക്കെയാണ് ലൈവിൽ സംസാരിച്ചത്. ഇതുവരെ അവർ പറയണ മനസ്സിലാക്കാൻ കൊറിയൻ പഠിച്ചാൽ മതി എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ കുറച്ച് കൊറിയനൊക്കെ പഠിച്ചു വന്നപ്പോൾ വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ജാപ്പനീസും ചൈനീസും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എങ്ങനെ മൾട്ടി ലാംഗ്വേജ് ഒക്കെ സംസാരിച്ച ഈ ഒരു ലൈവിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ആട്ടോ ഞാൻ പറയാൻ പോണത്. അപ്പം വന്നിരുന്നത് മെയിനായിട്ട് ഓഡിയോ ലൈവ് ആയിരുന്നു കേട്ടോ. 2-3 വട്ടമൊക്കെ ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് മാത്രം ക്യാമറ ഓൺ ആക്കല്ലാതെ ബാക്കി ഫുൾ അത് ഓഡിയോ ലൈവ് ആയിരുന്നു. ഫസ്റ്റ് ഞാൻ ഈ ഒരു ലൈവ് വളരെ ചുരുക്കി ഇതിൻ്റെ ഉള്ളിൽ നടന്നിരുന്ന ഒരു സാരാംശം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ജാപ്പനീസ് ഡ്രാമകളും ഫിലിംസും ഒക്കെ കാണുന്നത് കുറച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തേൻ്റെ ജാപ്പനീസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തേൻ്റെ വെയിറ്റ് 65 കിലോനായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇന്നലത്തെ തൻ്റെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഡിന്നർ കഴിച്ചിരുന്നു. ഈ ഒരു ലൈവ് നടക്കുന്ന സമയത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ ഒരു ലൈവിലത്തെ ക്യാമറ ഓൺ ചെയ്യാതിരുന്നതിൻ്റെ കാരണം ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ നെറ്റ്ഫ്ലിക്സിൽ നല്ലൊരു ജപ്പാനീസ് ഡ്രാമയും ഷോയും ഒക്കെ സെർച്ച് ചെയ്യായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ലൈവിൻ്റെ ഇടയ്ക്ക് കുറച്ച് സോങ്സും പ്ലേ ചെയ്തിരുന്നു. ഇനി കുറച്ചും കൂടി വിവരിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറേ സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ ഒരു ആർമി ഇടുന്ന കമൻറ്റിന് പറയണത് ഞാനിപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ എന്നാണ്. പിന്നെ ആർമീസിനോട് പറയണത് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാനൊരു ഗിഫ്റ്റ് റിസീവ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഗിഫ്റ്റ് കണ്ടിട്ട് ഹാപ്പി ആയിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആർമീസിനോട് നമുക്ക് ജാപ്പനീസിൽ സംസാരിച്ചാലോ, ഞാനിപ്പോൾ ജാപ്പനീസ് ഡ്രാമകളും ഫിലിമും കൂടുതലായിട്ട് കാണുന്നതുകൊണ്ട് എൻ്റെ ജാപ്പനീസ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ എന്താ പറയാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു ആർമി ഇന്നലെ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ ഒരുപാട് ഫുഡ് കഴിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ വയറ് വേദനിക്കുന്നുണ്ടായിരുന്നു, അതിനുള്ള മെഡിസിൻ ഞാൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ ചൈനീസിൽ പറയണത് ഞാൻ ഇന്ന് എണീറ്റപ്പോൾ എൻ്റെ ഫേസ് നല്ലൊരു ഷേപ്പിലായിരുന്നില്ല എന്നാണ്. അത് കഴിഞ്ഞിട്ട് ആർമീസിനോട് എനിക്ക് മ്യൂസിക് കേൾക്കാൻ തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ആർമീസ് ചോദിക്കുന്നതിനോട് ഉത്തരമായിട്ട് പറയണത് ഞാൻ ഇന്നലെ ഒരു കോൺസെർട്ട് വീഡിയോ കണ്ടിരുന്നു, അതെനിക്ക് വളരെ ഫണ്ണായിട്ടും കൂളായിട്ടും തോന്നിയതാണ്. പിന്നെ ആർമി ഇപ്പോൾ എന്തൊക്കെയാ ചെയ്യണമെന്ന് ചോദിക്കുന്നതിനോട് ഞാനിപ്പോൾ റണ്ണിങ് ചെയ്യുന്നുണ്ട്, അതേപോലെ എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ചു, എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്, എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലിയും നല്ല ബോണ്ടിങ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആർമീസിനോട് പറയണേ ഞാനിപ്പോൾ വെയിറ്റ് കുറച്ചു, ഞാനിപ്പോൾ 65 കിലോനായിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് വീഡിയോ ഓൺ ആക്കിയിട്ട് ഈ ഒരു വെയിറ്റിംഗ് മെഷീനിലുള്ള വെയിറ്റ് ആർമീസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 65 പോയിന്റ് എത്രയോ കിലോ കാണിക്കുമ്പോൾ പറയണത് എൻ്റെ കയ്യിലുള്ള ഫോണും ഡ്രസ്സും കൂടെ മാറ്റി കഴിഞ്ഞാൽ ഞാനിപ്പോൾ കൃത്യം 65 കിലോ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. പിന്നെ ആർമീസിനോട് പറയണത് ഇന്ന് നമ്മൾ ജാപ്പനീസ് സംസാരിക്കും, നാളെ ചൈനീസ് സംസാരിക്കും, പിന്നെ റഷ്യൻ സംസാരിക്കും, പിന്നെ തായ് സംസാരിക്കും എന്നൊക്കെയാണ്. ഈ ഒരു ചൈനീസ് ലാംഗ്വേജിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടായിരിക്കാം പിന്നെ പറയണത് കെൻറ്റോണസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചൈനീസിൻ്റെ ഒരു ലിംഗ്വിസ്റ്റിക്സോ അങ്ങനെ എന്തോ ആണ്, അതിന് 8 ടോൺസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ പറയണത് ജാപ്പനീസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് നംജുനേട്ടനെ പോലെ ജാപ്പനീസ് നന്നായിട്ട് സംസാരിക്കണം എന്നുണ്ട്. നംജുനേട്ടൻ എന്നെക്കാളും നന്നായിട്ട് ജാപ്പനീസ് സംസാരിക്കും, നംജുനേട്ടനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര വേഴ്സായിട്ടാണ് ജാപ്പനീസ് സംസാരിക്കുന്നത്, എന്നാലും ഞാൻ നന്നായിട്ട് സംസാരിക്കാൻ ശ്രമിക്കാം. ആ ഒരു സമയത്ത് ഡോർബെല്ല് റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഫുഡ് വന്നിട്ടുണ്ട്, ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. പിന്നെ ഞാൻ വീഡിയോ ലൈവ് ആയിട്ട് വരാത്തത്, ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ലൈവ് വരാത്തത്, നിങ്ങളത് മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ആർമീസിനോട് എനിക്ക് ജപ്പാനിക്ക് പോകണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ആർമീസിനോട് നെറ്റ്ഫ്ലിക്സിലുള്ള ജപ്പാനീസ് ഡ്രാമകളും അനിമയൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അതേപോലെ താൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞ കുറച്ച് ജപ്പാനീസ് ഡ്രാമകളെ പേരും പറയുന്നുണ്ട്. ആ സമയത്ത് ആർമീസ് റെക്കമെൻഡ് ചെയ്ത ഡെമൺ സ്ലെയർ പോലത്തെ കുറച്ച് ഡ്രാമകൾ നെറ്റ്ഫ്ലിക്സിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ജപ്പാനീസ് സീരീസൊക്കെ നല്ല രസമല്ലേ കാണാൻ, ആലീസ് ഇൻ ബോർഡർലാൻഡ് ഒക്കെ നല്ല രസമല്ലേ കാണാനും പറയുന്നുണ്ട്. പിന്നെ കാണാനുള്ള ഒരു ഡ്രാമ സെലക്ട് ചെയ്യാണ്, ദി സ്റ്റോറി ഓഫ് സ്വീറ്റ് റെഡ് ബീൻസ് ലൈഫ്. ഞാൻ സെർച്ച് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചോ പറയുന്നുണ്ട്. അതേപോലെ എനിക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡോക്യുമെൻ്ററീസ് കാണാൻ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയണത് ഞാൻ ഫോൺ ചാർജ് ചെയ്തിട്ട് തിരിച്ചു വരാം, എൻ്റെ ഫോണിലാകെ 4% മാത്രമേ ബാക്കിയുള്ളൂ, ഇനി ഞാൻ ഫോൺ ചാർജ് ചെയ്തിട്ട് തിരിച്ചു വരുമെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും താങ്ക്സ് എന്നും പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് കഴിച്ചോണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ലൈവ് ഉണ്ടാക്കി പോണത്. അപ്പോൾ ആർമീസെ ഞാൻ എൻ്റെ മാക്സിമം വെച്ചിട്ട് ഈ ജപ്പാനീസും ചൈനീസും ഒക്കെ തിരഞ്ഞുണ്ടാക്കിയിട്ട് അതിന് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം വൈഡ് വെറൈറ്റി ലൈവ് വരുന്നത് നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ.